പുണ്യാത്മാക്കളെ, വിചാരധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ഗംഗ ചാതുർധാം മാഹാത്മ്യം എന്നതാണ്. 4 ധാമുകളും 4 പുണ്യ തീർത്ഥങ്ങളെയും വർണ്ണിക്കണം എങ്കിൽ വലിയൊരു ബുക്ക് തന്നെ തയ്യാറാക്കേണ്ടതായി വരും. അത്രയും മഹാത്മ്യവും വർണ്ണനയും പുണ്യവും അടങ്ങിയതാണ്. വീഡിയോ ആയതിനാൽ വളരെ ചുരുക്കിയാണ് വിഷയങ്ങളെ അവതരിപ്പിക്കുന്നത്. ഗംഗയുടെ ഉത്ഭവം വാമന അവതാര കാലത്താണെന്ന് വിശ്വാസം. വിഷ്ണു ഭഗവാൻ വാമനമൂർത്തിയായി അവതരിച്ചു. ദേവന്മാരുടേതായ അധികാരവും അവകാശവുമെല്ലാം അസുര ചക്രവർത്തിയായ ബലി കൈയടക്കിയിരിക്കുന്നു. അത് വീണ്ടെടുത്ത് ദേവന്മാർക്ക് സമർപ്പിക്കണം എന്ന ഉദ്ദേശത്തിൽ വാമന അവതാരം എടുത്തു. അങ്ങനെയാണ് കഥ. നർമ്മദ നദിക്കരയിൽ ബലി യാഗം നടത്തിക്കൊണ്ടിരിക്കെ സമാപന ദിവസമായ അന്ന് ഒരു ബ്രഹ്മചാരി വേഷത്തിൽ ബ്രാഹ്മണ ബാലൻ അവിടെ എത്തുന്നു. യജ്ഞശാലയിൽ താപസന്മാർ വരുന്നത് യാഗം പൂർണ്ണത്വം പ്രാപിച്ചു എന്ന് കാണിക്കലാണ്. ബലി ബ്രാഹ്മണക്കുട്ടിയെ കണ്ടതും ആചാര ഉപചാരങ്ങൾ ചെയ്ത് സ്വീകരിച്ചു. യജ്ഞശാലയിൽ കൊണ്ടിരുത്തി. അങ്ങയുടെ ആഗമനത്തോടെ യജ്ഞം പൂർണ്ണതയെ പ്രാപിച്ചതായും രാജ്യവും പ്രജകൾക്കും ക്ഷേമം ഉണ്ടായതായും കാണുന്നു. അതിഥിയായ അങ്ങയ്ക്ക് പ്രത്യുപകാരമായി ഞങ്ങൾ എന്ത് ചെയ്യണം? അങ്ങയുടെ ആവശ്യത്തെ അറിഞ്ഞ് ചെയ്യുന്നതല്ലേ ഉത്തമ ദാനം എന്ന് ബലി പറഞ്ഞു. യുഗം കഴിയുന്നതനുസരിച്ച് ധർമ്മത്തിന് ലോപം ഉണ്ടാകുന്നു. ആയതിനാൽ എൻ്റെ തപസ്സിന് വിഘ്നം വരാതെ ആരും ഇറക്കി വിടാതെ ഇരിക്കാനായി എൻ്റെ പാദം കൊണ്ട് അളന്ന് എടുക്കുന്ന 3 അടി സ്ഥലം സ്വന്തമായി വേണം എന്ന് വാമനൻ പറഞ്ഞു. ഒരു ചക്രവർത്തിയായ ഞാൻ ഇത്രയും തുച്ഛമായ ദാനം ചെയ്യുന്നതിനാൽ എൻ്റെ പേരിന് ദോഷം വരും. ആയതിനാൽ ഞാൻ തരുന്ന ദാനം അങ്ങ് സ്വീകരിക്കണം എന്ന് പറഞ്ഞ് പ്രലോഭനം ചെയ്തു. പക്ഷേ അതിലൊന്നിലും വാമനൻ വീണില്ല. അത്രയുമായപ്പോൾ യജ്ഞശാലയിൽ ഉണ്ടായിരുന്ന അസുര ആചാര്യൻ സൂക്ഷ്മതയിൽ ചിന്തിച്ചു. സത്യം അറിഞ്ഞ ശുക്രാചാര്യർ ഈ ദാനത്തിൽ നിന്നും പിന്മാറണമെന്നും ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുക്കളും വന്നിരിക്കുന്ന കുള്ള വേഷധാരിയെക്കുറിച്ചും ബലിയോട് വിശദമായി പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളെ ബലി സ്വീകരിക്കാതെ വാമനന്റെ ചതിയിൽ പെട്ടു. അങ്ങനെ വാക്കിനെ പൂവും നീരും കൊണ്ട് ഉറപ്പിക്കുകയും ചെയ്തു. കാര്യം ഉറപ്പായതോടെ അളക്കാൻ തുടങ്ങി. ഒരു പാദത്താൽ ഭൂലോകത്തെ കരസ്ഥമാക്കി 2-ാം പാദം കൊണ്ട് സ്വർലോകം ഉറപ്പിച്ചു. അന്നേരം ബ്രഹ്മാവ് സത്യലോകത്ത് പൂജയുടെ ഭാഗമായി ധ്യാനത്തിൽ ഇരിക്കവേ തൻ്റെ മുന്നിൽ ഒരു പാദം പതിഞ്ഞതായി കാണുകയും ജ്ഞാനദൃഷ്ടിയാ ചിന്തിച്ചപ്പോൾ
വൈകുണ്ഠമൂർത്തിയുടെ പാദമാണെന്ന് അറിയുകയും കമണ്ഡലുവിലെ ജലം കൊണ്ട് ആ പിഞ്ചു പാദത്തെ പൂജിക്കുകയും ചെയ്തു. അങ്ങനെ വിഷ്ണുവിൻ്റെ പാദതീർത്ഥമാണ് ഗംഗാജലം എന്നാണ് വിശ്വാസം. ഒരിക്കൽ സഗര രാജാവ് യാഗത്തിനായി നിർത്തിയിട്ടിരുന്ന അശ്വത്തെ കാണാതായപ്പോൾ തൻ്റെ പുത്രന്മാരോട് അന്വേഷിച്ചു വരാൻ പറഞ്ഞു. 60,000 പുത്രന്മാരും കൂടി അശ്വത്തെ അന്വേഷിച്ചു പോയപ്പോൾ കപില ഭഗവാന്റെ പ്രദേശത്തായി അശ്വത്തെ കാണുകയും അദ്ദേഹത്തിൽ കുറ്റം ചുമത്തുകയും അതിക്രമിപ്പാൻ ശ്രമിച്ചപ്പോൾ കപില ഭഗവാന്റെ തപശക്തിയാൽ അവർ വെണ്ണീറായി തീർന്നു. അവരെ ദുർഗതിയിൽ നിന്നും സദ്ഗതി ഉണ്ടാക്കി കൊടുക്കാനായി ആ പരമ്പരയിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാർ പലരും ഗംഗയെ ഭൂലോകത്ത് കൊണ്ടുവരുവാൻ തപസ്സു ചെയ്തു. ശരീരം നഷ്ടം വന്നതല്ലാതെ ഫലം ആരിലും കണ്ടില്ല. അങ്ങനെ അവസാനം ഭാഗീരഥ രാജാവിൻ്റെ ചർമ്മത്തിൽ ഗംഗാദേവി പ്രസാദിച്ചു. അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളെ അറിഞ്ഞതും ദേവി പറഞ്ഞു, ഞാൻ ഭൂലോകത്ത് സ്വർലോകത്ത് നിന്നും ചാടുമ്പോൾ എൻ്റെ പ്രവാഹ ശക്തിയാൽ ഭൂമി താങ്ങാനാവാതെ പിളർന്നു പോകും. അങ്ങനെ ഞാൻ പാതാളത്തെ പ്രാപിക്കും. അങ്ങയുടെ ലക്ഷ്യം സാധ്യമല്ലാതാവും. ആയതിനാൽ അതിനൊരു പരിഹാരം കാണണം. രണ്ടാമതായി, ഞാൻ ഭൂലോകത്തിലൂടെ സഞ്ചരിക്കവേ കലിയിലെ മഹാപാപികളായ മനുഷ്യർ അവരുടെ പാപക്ഷയത്തിനായി എന്നിൽ സ്നാനം ചെയ്യും. അവരുടെ പാപത്താൽ എൻ്റെ പരിശുദ്ധി ഇല്ലാതാവും. അതിനും പരിഹാരം കാണണം എന്ന് പറഞ്ഞു അന്തർധാനം ചെയ്തു. ഭാഗീരഥൻ ശ്രീ ശിവനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചു. ആവശ്യങ്ങളെ പറഞ്ഞു അനുഗ്രഹവും വാങ്ങി. ഗംഗ ഒഴുകുന്ന കരകളിലെല്ലാം താപസന്മാരെ താമസിപ്പിക്കുകയും ചെയ്തു. അമ്മ ഭൂലോകത്ത് എത്തിയതും ശിവൻ തൻ്റെ ശിരസിൽ താങ്ങി ജടയുടെ ഉള്ളിൽ നിർത്തി. പാർവതി അറിയാതിരിക്കാനായി പിൻഭാഗത്തൂടെ ഒഴുകാൻ വിട്ടു. ഹിമാലയ പർവ്വത ചരിവിൽ പർണശാലയിൽ ജാഗ്നവ് എന്ന മഹർഷി തപസ്സു ചെയ്യുകയായിരുന്നു. ഗംഗയുടെ ഒഴുക്കിൻ്റെ ശക്തിയാൽ പർണശാല ഒലിച്ചുപോയി. ക്ഷുഭിതനായ മഹർഷി ഗംഗയെ പാനം ചെയ്ത് ഉദരത്തിലാക്കി. അതറിഞ്ഞ ഭാഗീരഥൻ മഹർഷിയെ പ്രസാദിപ്പിച്ചു. ഉപസ്ഥത്തിലൂടെ വിട്ടാൽ അശുദ്ധിയാവും എന്ന് കരുതി തുടയുടെ ഒരു ഭാഗത്തിലൂടെ ഗംഗയെ പുറത്തേക്ക് ഒഴുക്കി. ഭാഗീരഥന്റെ പുറകെ ഒഴുകിയ ഗംഗ പിതൃക്കളുടെ ഭസ്മവും സ്വീകരിച്ച് ഒഴുകി. അങ്ങനെ 60,000 പിതൃക്കളും ദുർഗതിയിൽ നിന്നും സ്വർഗതിക്ക് ഉണ്ടായി. ഭാഗീരഥന്റെ തപസ്സിന്റെ ഫലനായി ഗംഗ ഭൂലോകത്ത് വന്നതിനാൽ ഭാഗീരഥി എന്നും, മഹർഷിയുടെ ഉദരത്തിലൂടെ പുറത്തു വന്നതിനാൽ ജാഗ്നവി എന്നും പേരുകൾ ഉണ്ടായി. വാമനമൂർത്തിയുടെ പാദതീർത്ഥമാകയാൽ ഗംഗ പുണ്യതീർത്ഥമായി. മുൻകാലങ്ങളിൽ ഗംഗ മാഹാത്മ്യം അറിവുള്ളവർ
ഗംഗാതീർത്ഥം വീടുകളിൽ സൂക്ഷിക്കുകയും മരണവേളയിൽ 2 തുള്ളി നാവിൽ ഉറ്റിച്ചു കൊടുക്കുകയും തീർത്ഥപുണ്യത്താൽ മഹാപാപികൾ നരകാദികളെ കാണാതെ സ്വർഗതി നേടും എന്നാണ് വിശ്വാസം. പാപികളായ മനുഷ്യർ ഗംഗയിൽ മുങ്ങുന്നതോടെ അവരുടെ പാപം തീർത്ഥത്തെ അശുദ്ധമാക്കുന്നു. ഗംഗയുടെ കരയിൽ താമസിക്കുന്ന സന്യാസി ഒരു ആൾ അതിൽ മുങ്ങുമ്പോൾ തന്നെ 1000 പാപികളുടെ പാപങ്ങൾ നശിച്ച് ഗംഗ പരിശുദ്ധയാകുന്നു. അങ്ങനെ ഗംഗോത്രി, ഉത്തരകാശി, ഋഷികേശ്, ഹരിദ്വാർ, പ്രയാഗ്, വാരാണസി പോലുള്ള പുണ്യ തീർത്ഥക്കരകളിൽ സന്യാസ ആശ്രമങ്ങൾ സ്ഥാപിതമായത് ഭാഗീരഥ രാജാവിൻ്റെ പുണ്യത്താലാണ്. അതുകൊണ്ട് ഈ താപസന്മാരുടെ സ്നാനത്താൽ ഗംഗ എന്നും പരിശുദ്ധമായി ഒഴുകുന്നു. 4 തീർത്ഥക്കരയാണ് ചാതുർധാം എന്ന് പറയുന്നത്. ഇവിടെ ഹിമാലയത്തിലുള്ള യമുനോത്രി, ഗംഗോത്രി, ബദരിനാഥ്, കേദാർനാഥ് എന്ന 4 പുണ്യ സ്ഥലമാണ് ചാതുർധാം. ഈ ഡാമുകൾക്ക് പ്രാചീനമായി തന്നെ പ്രാധാന്യമുള്ളതാണ്. പണ്ട് മുക്തികാംക്ഷികളായവർ ബദരിനാഥിലാണ് പോകാറുള്ളത്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് ഹിമാലയം എന്ന് സുപ്രസിദ്ധമായ പുണ്യസ്ഥലമാണ് ഡാമുകൾ. ഏപ്രിൽ മാസം മുതൽ ഒക്ടോബർ വരെ മാത്രമേ അങ്ങോട്ട് പ്രവേശനമുള്ളൂ. യമുനോത്രിയിൽ നിന്നും ഒഴുകുന്ന യമുന ധർമ്മപുത്രന്റെ പുത്രിയായി പറയുന്നു. ഗംഗയുടെ ഉത്ഭവം മുമ്പ് നാം അറിഞ്ഞുവല്ലോ. ബദരിനാഥിൽ നിന്നും 2 നദികൾ ഉത്ഭവിക്കുന്നു. അളകനന്ദ ഒഴുകുമ്പോൾ സരസ്വതി 1 കിലോമീറ്റർ ദൂരം ഒഴുകി അന്തർവാഹിനിയായി പോകുന്നു. പിന്നീട് അലഹാബാദിൽ പൊന്തുകയും ഗംഗയിൽ സംഗമിക്കുകയും ചെയ്യുന്നു. കേദാർനാഥിൽ ഒഴുകുന്ന മന്ദാകിനി ശിവന്റെ ശിരസിൽ നിന്നും ഒഴുകുന്നതായാണ് വിശ്വാസം. ഗംഗോത്രിയിൽ നിന്നും 18 കിലോമീറ്റർ ദൂരം ഇടുങ്ങിയ പാതയിലൂടെ നടന്നുപോയാൽ ഗംഗയുടെ ഉത്ഭവ സ്ഥലമാകുന്ന ഗോമുഖിൽ എത്താം. രുദ്രപ്രയാഗിൽ അളകനന്ദയിൽ മന്ദാകിനി സംഗമിക്കുന്നതോടെ മന്ദാകിനി പേര് ഇല്ലാതായി. ദേവപ്രയാഗിൽ ഗംഗയിൽ അളകനന്ദ സംഗമിക്കുന്നതോടെ ഗംഗ മാത്രമായി. ഋഷികേശ്, ഹരിദ്വാർ കൂടി ഒഴുകി അലഹാബാദിൽ എത്തുമ്പോൾ ഗംഗ, യമുന, സരസ്വതി കൂടിച്ചേരലാണ് ത്രിവേണി സംഗമം. പിന്നീട് കിലോമീറ്ററോളം ഒഴുകി കാശിയിലെത്തുന്നു. യമുനോത്രിയിൽ സ്നാനത്തിലൂടെ പാപച്ചളി കളയണം. ഗംഗയിൽ മുങ്ങി അജ്ഞാനമാകുന്ന ചളി കളയണം. ബദരിയിൽ സ്നാനത്തിലൂടെ ജ്ഞാനം പ്രകാശിച്ച് കേദാർനാഥിൽ സ്നാനം ചെയ്ത് ശിവനിൽ ലയിക്കണം. അതാണ് മുക്തി. അതാണ് ചാതുർധാം യാത്രയുടെ ലക്ഷ്യം. ഹരി ഓം.